പാപാന്ധകാരത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന് സ്തോത്ര സ്തുതി ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്ന് നമ്മോട് പാപമൊഴികെ സകലത്തിലും സാദൃശ്യം പ്രാപിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കട്ടെ. നമ്മുടെ ഭാരതം ഇന്ന് സ്വാതന്ത്ര്യ വാർഷിക ആഘോഷത്തിന്റെ തിമിർപ്പിലാണ്. സ്തോത്രം. നൂറ്റാണ്ടുകളോളം ഭാരതം അനുഭവിച്ച രാഷ്ട്രീയ അടിമത്വത്തിൽ നിന്നുള്ള വിമോചനം നമുക്കറിയാവുന്നതുപോലെ 1947 ഓഗസ്റ്റ് ഇന്ന ദിവസം നമുക്ക് ലഭിക്കുകയുണ്ടായി. തികച്ചും സന്തോഷകരമായ, പറഞ്ഞറിയിക്കാൻ ഒക്കാത്ത സന്തോഷത്തിന്റെ ദിനം തന്നെയാണ് സ്വാതന്ത്ര്യ ദിനം. പ്രത്യേകിച്ചും അന്ന് ജീവിച്ചിരുന്നവർക്ക്. ഇന്ന് നമ്മെ സംബന്ധിച്ച് അതൊരു ആഘോഷം, ഒരു വാർഷികാഘോഷം എന്ന് പറയാമെന്നേ ഉള്ളൂ. അതിൻ്റെ അനുഭവങ്ങളൊന്നും നമുക്കില്ല. എന്നാൽ അന്ന് ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ അവരനുഭവിച്ച സന്തോഷമൊന്നും ഇന്ന് നമുക്ക് ആർക്കും ഇല്ല. ഭരണകക്ഷിക്കുമില്ല, പ്രതിപക്ഷത്തിനുമില്ല. പിന്നെ ഉണ്ടെന്ന് വരുത്തി തീർക്കുക. അങ്ങനെ പറ്റൂ. ഈ ദിവസങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ധാരാളം ക്രൈസ്തവ സഭകളിലും കേൾക്കുന്ന ഒരു വിഷയമാണ് സ്വാതന്ത്ര്യം. ഞങ്ങളുടെ കൊച്ചു കൂടിവരവിൽ കഴിഞ്ഞ ആഴ്ച അവസരം കിട്ടിയതുകൊണ്ട് 2 ദിവസം ഉപവാസ പ്രാർത്ഥനയായിട്ടുണ്ടായിരുന്നു. അവസരം കിട്ടിയത് കൊണ്ടെന്ന് പറഞ്ഞത് മാസത്തിൽ ഇന്ന തീയതികളിൽ ഉപവാസ പ്രാർത്ഥന വേണമെന്ന് ശാഠ്യമില്ലാത്തവരാണ് ഞങ്ങൾ. എന്നാൽ അവസരം ഞങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ ദിവസമോ തീയതിയോ ഒന്നും നോക്കാതെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സഭയായിട്ട് ചെയ്യാറുമുണ്ട്. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ രീതി. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച വീണ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഉപവസിച്ചു. ഇത് ഓഗസ്റ്റ് മാസമായതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ ആസ്പദീകരിച്ചായിരുന്നു ഞങ്ങളുടെ പ്രത്യേകിച്ചും പ്രാർത്ഥനകൾ. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫ്രീഡം ഈസ് നോട്ട് എ ലൈസൻസ് ടു ഡു anything and everything one's heart desires without any restraining. It's not a license to do what a person just pleases to do. ഒരാൾക്ക് ഇഷ്ടമുള്ള സംഗതി വിലക്കുകളില്ലാതെ ചെയ്യുന്നതിനുള്ള അനുമതിയല്ല സ്വാതന്ത്ര്യം. But the right to do what a person ought to do. പകരം ഒരാൾക്ക് ചെയ്യേണ്ടത് ചെയ്യുന്നതിനുള്ള അവകാശമാണ്, അവസരമാണ് സ്വാതന്ത്ര്യം.
സ്തോത്രം. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചല്ലോ അല്ലെ, നാം സ്വതന്ത്രരാണല്ലോ. അങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയാ തിരുവെഴുത്ത് പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്തോത്രം. ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് അല്പം മുഖവരിയായി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ അടിമത്തത്തിലായിരുന്നോ? ആയിരുന്നെങ്കിൽ എന്തിൻ്റെ എല്ലാം അടിമത്തത്തിലായിരുന്നു? നാം ഇന്ന് സ്വതന്ത്രരാണോ? ആണെങ്കിൽ എന്തിൽ നിന്നെല്ലാം, എന്തിനെല്ലാം? സ്തോത്രം. ഇന്ന് നമ്മുടെ വിഷയം സ്വാതന്ത്ര്യമല്ല, എന്നാൽ ഈ പശ്ചാത്തലത്തിൽ ഒരു മുഖവുര പറയുന്നേ ഉള്ളൂ കേട്ടോ. നാം സ്വതന്ത്രരാണോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്താണ്? എന്തിൽ നിന്നാണ്? If we are free, what a freedom we enjoy. Freedom from what? Freedom for what? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നാം സ്വതന്ത്രരാണെങ്കിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഏറ്റവും ആദ്യം എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സാത്താന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്. സോണി ബ്രദർ എന്താ പറഞ്ഞേ? മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള സ്വാതന്ത്ര്യം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പാപം, ലോകം. ഓക്കെ. ഫ്രം ഇറ്റേണൽ ഡെത്ത് ടു ഇറ്റേണൽ ലൈഫ്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. ഓക്കെ. ഈ പറഞ്ഞതെല്ലാം ശരിയാ. രക്ഷയിലേക്കുള്ള സ്വാതന്ത്ര്യം. എന്തിലേക്കാ? രക്ഷ. രക്ഷയിലേക്കുള്ള സ്വാതന്ത്ര്യം. നമുക്കൊന്ന് നോക്കിയാല് പാപം ചെയ്ത മനുഷ്യന് ഏറ്റവും പ്രധാനമായി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം എന്തായിരുന്നു? പാപം ചെയ്ത മനുഷ്യന് ഏറ്റവും പ്രധാനമായി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അവകാശം എന്തായിരുന്നു? ദൈവത്തോടുള്ള സഹവാസവും. ദൈവ മക്കളെന്നുള്ള പദവിയും ദൈവത്തോടുള്ള സഹവാസവും. ഓക്കെ. ഫെലോഷിപ്പ് വിത്ത് ഗാഡ്.
ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം, ദൈവ സാന്നിധ്യം, ദൈവസാന്നിധ്യം. ദൈവ തേജസ് നഷ്ടപ്പെട്ടു. നമുക്ക് പാപം നിമിത്തം നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം ഏതായിരുന്നു? ജീവൻ. ജീവിക്കുന്നതിന് നിങ്ങളിൽ ചിലർ പറഞ്ഞത് വളരെ ജീവനും എന്തോ ദൈവത്തോടുള്ള വാസം. നിത്യജീവനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നിത്യജീവനാണ് നമുക്ക് പാപനിമിത്തം നഷ്ടപ്പെട്ടു. ഓക്കെ, നിത്യജീവൻ നഷ്ടപ്പെട്ടു. ശരി, നിങ്ങളിൽ ഏതാണ്ടൊക്കെ എല്ലാവരും തന്നെ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ്. നമുക്ക് അല്ലെങ്കിൽ മനുഷ്യന് പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, മനുഷ്യന് പാപം ചെയ്തത് നിമിത്തം നഷ്ടപ്പെട്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, ദൈവത്തോടുള്ള വാസം. സ്തോത്രം. ദൈവത്തോടുള്ള വാസം, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം, ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ദൈവിക കൂട്ടായ്മ. സ്തോത്രം. അത് തന്നെ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ അനുഭവിച്ച ഏറ്റവും വലിയ സ്വാതന്ത്ര്യം സ്രഷ്ടാവുമായുള്ള അടുത്ത ബന്ധമായിരുന്നു. അതിനെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പദങ്ങൾ കൊണ്ടും അർത്ഥമാക്കാം. കൂട്ടായ്മ, ബന്ധം, നിത്യജീവൻ, അടുപ്പം, അവന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം, ഇതെല്ലാം ഒരേ വിഷയമാണ്. അതായിരുന്നു മനുഷ്യന് ഏറ്റവും അധികമായിട്ടുണ്ടായിരുന്ന സ്വാതന്ത്ര്യം. പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യന് ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, അവന്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാൻ. സ്തോത്രം. പാപം ചെയ്ത ശേഷം അവന് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും ഇത് തന്നെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് വരരുത്. ഉൽപ്പത്തി 3-ാം അധ്യായം 24, 23, 24, 25 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ആദാം ഹവ്വമാർക്ക് ശാപമൊക്കെ കൊടുത്തതിന് ശേഷം അവരെ ഏദനിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. ഏദനിൽ നിന്നും അവരെ പുറത്താക്കി. സ്തോത്രം. ജീവവൃക്ഷത്തിങ്കലേക്കുള്ള പ്രവേശന കവാടം അടച്ച് അത് കാവൽ കാക്കാൻ മിന്നുന്ന, ജ്വലിക്കുന്ന അഗ്നി വാളുകളുമായി കെരൂബുകളെ കാവലാക്കി. സ്തോത്രം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ആദാം ഹവ്വമാർക്ക് പാപം ചെയ്യുന്നതിന് മുമ്പ് ആസ്വദിക്കുവാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യം, പാപം ചെയ്ത ശേഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം. രണ്ടിനും ഉത്തരം ഒന്ന് തന്നെയാ. എന്താ? ദൈവ സാന്നിധ്യം. കർത്താവിങ്കിലേക്കുള്ള പ്രവേശനം. അതുകൊണ്ട് തന്നെ റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. റോമൻസ് 5:1-2. Therefore, since we have been justified through faith,
we have peace with God through our Lord Jesus Christ. Through through whom we have gained access by faith into this grace in which we now stand, and we rejoice in the hope of the glory of ഇനഫ് മോനെ. ആദ്യ ഭാഗത്ത് കണ്ടോ, വി റിജോയ്സ്. ഇൻ വാട്ട്? എന്തിലാ സന്തോഷിക്കുന്നേ? മലയാളത്തിൽ പ്രശംസിക്കുന്നു. എന്തിലാണ്? ഒന്നാം വാക്യത്തിൽ പറയുന്നു, വി ഹാവ് പീസ് വിത്ത് ഗാഡ്. ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. സ്തോത്രം. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു എന്താ അവിടെ പറയുന്നത്? നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനമുണ്ട്. നാം ഇന്ന് നിൽക്കുന്ന കൃപയിലേക്ക് പ്രവേശനമുണ്ട്. സ്തോത്രം. കണ്ടോ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യവും കൂടെ. കൊലോഷ്യൻസ് 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കണ്ടോ? ഇവിടെ ഏറ്റവും വലിയ ശത്രുത്വവും കൂടെ നോക്കണം. ദ ഗ്രേറ്റസ്റ്റ് എനിമി റാദർ enmity. എന്തുവാ? ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശന നിഷേധം. നമുക്ക് പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത്. സ്തോത്രം. അപ്പൊ ഇവിടെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ കാണുന്നത് എന്താ? പാപം ചെയ്യും മുമ്പ് മനുഷ്യൻ ആസ്വദിച്ചിരുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം സ്രഷ്ടാവുമൊത്തുള്ള ആ നിത്യവാസം. പാപം ചെയ്ത മനുഷ്യന് നഷ്ടപ്പെട്ടതും അതെ. പാപം നിമിത്തം നമ്മുടെ ഏറ്റവും വലിയ ശത്രുതയായി മാറിയത് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് അനുമതിയില്ലായ്മയാണ്. അതാണ് നാം കൊലോസ്യ ലേഖനത്തിൽ വായിച്ചത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും എന്താണ്? സ്തോത്രം. പിതാവായ ദൈവത്തിങ്കലേക്ക് സൗജന്യമായി ലഭിക്കുന്ന സ്തോത്രം പ്രവേശനം. ഇതിനേക്കാൾ വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാനില്ല. ദൈവ സന്നിധിയിലേക്കുള്ള പ്രവേശനം. നമുക്ക് ലഭ്യമായ ആ മഹൽ സ്വാതന്ത്ര്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ബാക്കി എന്തെല്ലാം ഉണ്ടായാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. ആ മുഖവുര, അല്പം നീണ്ട മുഖവുര ഞാൻ അവിടെ നിർത്തുക. സ്തോത്രം. മുഖവുരയായിരുന്നുവെങ്കിലും നമ്മുടെ വിഷയത്തിൽ നിന്ന് അകന്നുള്ളതായിരുന്നുവെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
പക്ഷെ പാസ്റ്റർ, ഈ സ്വാതന്ത്ര്യത്തെ ശരിക്കും ഇന്ന് ആൾക്കാര് ആത്മീയ ലോകത്തിൽ എടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഡിഫറെന്റ് അനുഭവത്തിലാണ്. അത് ഞാനൊരു സംശയമായിട്ടല്ല ഞാൻ പറയുന്നത്. ആ സ്വാതന്ത്ര്യം എന്താന്ന് ഇന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അവിടെ ഒരു ടീച്ചിങ് ശരിക്കും ആം, ഇല്ലാത്തതാണോ അതോ ഇല്ല എന്ന് നടിക്കുന്നതാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോ. ഇഗ്നോറന്റ് അപ്പം അടിമത്വം എന്താണെന്ന് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്നില്ല. That's true. സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവും. മനസ്സിലാവുള്ളൂ. Absolutely. അടിമത്വത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന പല സൂചനകളുണ്ട്, പല നിർവചനങ്ങളുണ്ട്. ഞങ്ങളുടെ കൊച്ചു കൂടിവരവിൽ അക്കാര്യം ഞങ്ങൾ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അടിമത്വം, അതിന്റെ നിർവചനം. ഹൗ ക്യാൻ വി ഡിഫൈൻ ദിസ് സ്ലേവറി? വാട്ട് ഈസ് എ ഡെഫിനിഷൻ? What defeats you and saves. Anything that defeats a person. Anything that defeats a person. ഒരു വ്യക്തിയെ തോൽപ്പിക്കുന്ന എന്തിനോടും അവൻ അതിനോട് അടിമയായിരിക്കുന്നു. അടിമയായിരിക്കുന്നു. അത് ഗലാത്യയിൽ എനിക്ക് പറയുന്നുണ്ടല്ലോ. അത് 2 പത്രോസ് 2-ാം അധ്യായം 2 പത്രോസ് 9-ാമത്തെ വാക്യം. 2 Peter 2:19. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ എന്തിനോടെങ്കിലും ആരെങ്കിലും തോൽക്കുന്നെങ്കിൽ അവൻ അവയ്ക്കെല്ലാം അടിമയാണ്. സ്തോത്രം. അവയ്ക്കെല്ലാം അടിമയാണ്. കൂടാതെ നമ്മളിപ്പോ കണ്ടതുപോലെ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. ഇങ്ങനെ നിർവചനങ്ങൾ വേറെയുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ അടിമത്വം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇസ്രായേൽ മക്കളെ തന്നെ നോക്കുന്നേ. യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് അവരോട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുകയായിരുന്നു. അപ്പോഴവർ പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല. സ്തോത്രം. എന്തോ ഒരു തമാശയത്, എന്തൊരു തമാശയാ ഇത്. സംസാരിക്കുന്ന സമയത്തും അവരാരാ? റോമാ സാമ്രാജ്യത്തിന് അടിമകളാ. ആ, യേശുവിനോട് അവരിത് പറയുന്ന സമയത്തും ഏതാണ്ട് 600 വർഷത്തിൽ പരമായി അടിമത്വത്തിൽ കഴിയുക. അവർക്ക് ആ സമയത്ത് മതപരമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. സ്തോത്രം. അപ്പൊ അടിമത്തത്തെ കുറിച്ച് പറഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞുകൂടാ. നാം അക്കാര്യം വ്യക്തതയോടെ മനസ്സിലാക്കുക. സ്തോത്രം.
മറ്റെന്തെങ്കിലും? ശരി, ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ചിന്തകളെ അവിടെ ആ മുഖവരിയായി തന്നെ നിർത്തിയിട്ട് നമ്മൾ പഠിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അവസാനത്തെ 2 അധ്യായങ്ങൾ, കൺസ്യൂമേഷൻ ഓഫ് എവറിത്തിങ്, സകലത്തിൻ്റെയും സമ്പൂർണത, തികവ് നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണാം. ഏറ്റവും ഒടുവിലായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് നമ്മൾ നിത്യതയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ്. സ്തോത്രം. ഗൾഫിൽ നിന്നൊക്കെ വിരമിച്ച നാട്ടിൽ വന്ന ചിലരെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ വാർത്തകളുണ്ട്, അതുപോലെ ഡോക്യുമെന്ററീസും ഉണ്ട് അതിനെ സംബന്ധിച്ച്. ഞാനിത് രണ്ടും കണ്ടിട്ടുണ്ട്, വാർത്തകളും കണ്ടിട്ടുണ്ട്, ഇതേ സംബന്ധിച്ച് ഡോക്യുമെന്ററീസും കണ്ടിട്ടുണ്ട്. പലതും വാർത്തകളോടുകൂടെ ന്യൂസ് പേപ്പറിനോടൊപ്പം വീഡിയോയും കൂടെ ഡോക്യുമെന്ററിയും കൂടെ കൊടുക്കുക. ദീർഘവർഷങ്ങൾ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച് വീടും വസ്തുവും വണ്ടിയൊക്കെ ഉണ്ടാക്കി ഇനി നാട്ടിൽ വന്ന് വിശ്രമിക്കാമെന്നും പറഞ്ഞു വന്നതാ. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറയാ, ഞാനങ്ങ് തിരിച്ചു പോവാന്ന്. ഞാനങ്ങ് തിരിച്ചു പോവുക. ചിലരെ നീണ്ട അവധിക്ക് നാട്ടിൽ പോകും, അവധി തീരുന്നതിന് മുമ്പ് തിരിച്ചു വന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും ചിലർ. ഓ, അവിടെ നിന്ന് ഇത്രയും ദിവസം എന്തെടുക്കാനാ, ബോറാകും. ഇതുപോലെ ഒരു ബോറിങ് എവിടെ ഇല്ലെന്നാണ് നമ്മൾ കണ്ടത്? സ്വർഗത്തിൽ, നിത്യതയിൽ. സ്തോത്രം. അങ്ങനത്തെ ഒരു ബോറിങ്, മുഷിച്ചിൽ നമുക്ക് നിത്യതയിൽ ഉണ്ടാവില്ല. സ്തോത്രം. കാരണം എന്താ? നമ്മൾ അവിടെ ഐഡിയലായിട്ട് വെറുതെ അനങ്ങാപ്പാറകളായിട്ട് ഇരിക്കുകയല്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യുവാനായിട്ടുണ്ട്. നമ്മൾ എത്ര കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു? 12 13 13. ഇനിയും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. എന്നോടും കൂടെ പറഞ്ഞാൽ സന്തോഷമായിരിക്കും. ഇനിയും പഠിപ്പിക്കുന്നിടത്ത് അതും കൂടെ ഒക്കെ ചേർക്കാം. നിങ്ങളുടെ കെയർ ഓഫിൽ തന്നെ പറഞ്ഞോളാം. സ്തോത്രം. സ്തോത്രം. ഇപ്പൊ നിത്യതയിൽ നമ്മൾ എത്തിയാൽ അവിടെ ചെയ്യുന്ന വിവിധ കാര്യങ്ങൾ മൊത്തം കൂടെ പറയുകയാണെങ്കിൽ കർത്താവിനെ നമ്മൾ അനുഭവിക്കുകയായിരിക്കും. സ്തോത്രം. വി വിൽ ബി എൻജോയിങ് ദ ലോർഡ്. നമ്മളത് കണ്ടായിരുന്നു, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലുമെന്നൊക്കെ പറഞ്ഞത്. സ്തോത്രം. ആ കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ആ വിഷയങ്ങളിൽ പറയാനായിട്ടുണ്ടോ? എന്തെങ്കിലും ചേർക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രകാശിപ്പിക്കപ്പെട്ടതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒന്നും ഇല്ല എങ്കിൽ നമുക്ക്
ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് 1-2 വിഷയങ്ങൾ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ജീവവൃക്ഷം, അതിൻ്റെ ഇലകൾ രോഗശാന്തിക്ക് ഉതകുന്നു എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ. ജാതികൾ, രാജാക്കന്മാർ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് മറ്റു ചില പൊതുവായ കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. 22-ാമത്തെ അധ്യായത്തിലേക്ക് അതിനുവേണ്ടി നമുക്ക് ഒന്ന് കടന്നു വരാം. 22-ാമത്തെ അധ്യായം. നമുക്ക് 22-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ചില വാഗ്ദത്തങ്ങളെ കാണാം. Some promises the Lord gives to the church, to the saints. Not only the church, but for the saints. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ. 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. Verse 6. The angel said to me, "These words are trustworthy and true. The Lord, the God of the spirits of the prophets, sent his angel." Enough, Mane. What did he say? These words are trustworthy and These true. words are trustworthy and true. സ്തോത്രം. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ പറയുന്നത്? I am truly coming to you. മനസ്സിലായോ? സ്തോത്രം. I come surely. I come truly. വിശ്വാസയോഗ്യവും സത്യവും. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ഐ എം ട്രൂലി കമ്മിങ്. ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുന്നതിനായിട്ട് ഉറപ്പായിട്ടും വരുന്നു എന്ന വാഗ്ദത്തം തരിക. സ്തോത്രം. ഉറപ്പായിട്ടും. 2-ാമത്തെ കാര്യം, 7-ാമത്തെ വാക്യം. Behold, I am coming soon. Blessed is he. Behold, I am coming soon. Here comes what? The expression that I am coming quickly. ഇതാ ഞാൻ വേഗം വരുന്നു. ഒന്ന്, ഇതാ ഞാൻ സത്യമായിട്ട് വരുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ഒന്ന്, സത്യമായിട്ട് ഞാൻ വരുവാണ്. 2-ാമത്തേത്, കണിശമായിട്ടും വന്നിരിക്കും. ഉറപ്പായിട്ടും. സ്തോത്രം. മറ്റൊരു വാഗ്ദത്തമാണ്
the promise of the rewards. The promise of rewards. പ്രതിഫലങ്ങളുടെ വാഗ്ദത്തം. പ്രതിഫലങ്ങളുടെ വാഗ്ദത്തം. സ്തോത്രം. 22-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. Behold, I am coming soon. My reward is with me, Behold, I am coming soon. My rewards is with me, and I will give to everyone according to what he has done. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മൂന്നാമത്തേതായിട്ടവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് പ്രവർത്തനം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അതായത് ശരിയായിട്ടല്ല ഒരുവൻ ജീവിക്കുന്നതെങ്കിൽ കർത്താവിനോട് അവൻ ഒരു പങ്കുമില്ല എന്നർത്ഥം. അതാണ് നമ്മളിവിടെ കാണുന്ന ഈ 3 വാഗ്ദത്തങ്ങൾ. ഒന്ന്, I am coming surely. I am coming quickly. Then പ്രതിഫലം തരാൻ ഞാൻ വരുന്നു. ഈ 3 വാഗ്ദത്തങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമുക്ക് വാഗ്ദത്തം എന്ന് എടുത്തു പറയത്തക്കതായിട്ട് 2 പ്രധാന കാര്യങ്ങളാണുള്ളത്. ദ പ്രോമിസ് എന്ന് പറയത്തക്കതുപോലെ. എന്തൊക്കെയാണെന്ന് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. വാഗ്ദത്തം, അതെങ്കിൽ ഇംഗ്ലീഷിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇട്ട് വിളിക്കത്തക്ക വാഗ്ദത്തം. ഒന്ന്, തെറ്റിയാലും സാരമില്ല. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവ്. കർത്താവിന്റെ വരവെന്ന വാഗ്ദത്തം. രണ്ടാമത്തേതാണ് അവന്റെ വരവിന്റെ വാഗ്ദത്തം. Seed was the promise to Abraham. For the church, the utmost 2 promises. One, there are other promises also, but major promises. ഇടയ്ക്കത്തെ ചുമയിൽ ഖേദിക്കുന്നു. ഇടയ്ക്ക് ഒരു ചെറിയ കിരികിരിപ്പ്. പുതിയ നിയമസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 വാഗ്ദത്തങ്ങളാണ്. ഒന്ന്, സ്തോത്രം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. ദ പ്രോമിസ് എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കാം. രണ്ടാമത്തേത് അവന്റെ വരവിന്റെ വാഗ്ദത്തം.
അപ്പൊ ഇങ്ങനെയുള്ള ഈ വാഗ്ദത്തങ്ങളെക്കാൾ വലിയ വേറെ ഒരു വാഗ്ദത്തം നമുക്ക് ലഭിക്കുവാനേ ഇല്ല. സ്തോത്രം. ശരി, ഈ 3 വാഗ്ദത്തങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മുടെ കർത്താവ് ഞാൻ വരുന്നു അല്ലെങ്കിൽ ഞാൻ വേഗം വരുന്നു എന്ന് ഏതാണ്ട് 9ഓളം തവണകൾ പറഞ്ഞിട്ടുണ്ട്. Jesus has uttered repeatedly a single word. That is, I come quickly. 9 times at least Christ has promised in this very book, in a single phrase. That is at most promise we can hold on. നമുക്ക് എത്തി അല്ലെങ്കിൽ തൂങ്ങിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സ്തോത്രം. ഒൻപത് തവണയാണ് കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമായി പറഞ്ഞത്, ഇതാ ഞാൻ വരുന്നു അല്ലെങ്കിൽ വേഗം വരും. ഭൗതികമായ വാഗ്ദത്തങ്ങളുടെ പുറകെ എഴുതി വെച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും പലരും സമയം വൃഥാവാക്കുകയാണ്. ഇന്നത്തെ പ്രസംഗകരും പ്രവാചകന്മാരും അങ്ങനെയുള്ള പലതുമാണ് മുമ്പിൽ പറയുന്നത് പോലും. 2029 ജനുവരി മാസം 30 നിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എന്ത്? കർത്താവ് വരികയില്ല. അത്രയും നാൾ വരെ കർത്താവ് വരുത്തില്ലെന്ന് ഉറപ്പാ പറയുന്നേ. പ്ലീസ് അതിന് പുറകെ പോകരുത്. നമുക്ക് കർത്താവ് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തങ്ങൾ ഇത് രണ്ടുമാണ്. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, അത് കർത്താവ് തന്നു കഴിഞ്ഞു. മറ്റൊന്ന് അവന്റെ വരവിന്റെ വാഗ്ദത്തം. ആ വരവിന്റെ വാഗ്ദത്തം നിറവേറുമോ? നിറവേറും. നമുക്ക് ലഭിച്ചിട്ടുള്ള വരവിന്റെ വാഗ്ദത്തത്തിന് കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തത്തിന് എന്താ ഉറപ്പ്? വാട്ട് ഈസ് ദ ഗ്യാരണ്ടി ഫോർ ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്? പ്ലീസ്. His word, not ഞാൻ പോയി wrong. പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം നിവർത്തിച്ചു. Praise God. പിന്നെ വരുമെന്ന് പറഞ്ഞതും നിവർത്തിക്കപ്പെടും. സ്തോത്രം. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തമാണ്.
ഏറ്റവും വലിയ വാഗ്ദത്തം. എന്നാൽ ആ വാഗ്ദത്തം നിറവേറുമെന്നുള്ളതിന് തെളിവ്, ഉറപ്പ്, കർത്താവിന്റെ ഉയർപ്പ് അല്ല. മുമ്പേ ബാബുവെങ്കിൽ പറഞ്ഞതാ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-14, Ephesians 1:13-14. And you also were included in Christ when you heard the word of truth, the gospel of your salvation. Having believed, you were marked in him with a seal, the promised Holy Spirit, who is a deposit guaranteeing our inheritance until the redemption of those who are God's possession, to the praise of his glory. സ്തോത്രം. കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തത്തിനുള്ള ഏറ്റവും വലിയ ഉറപ്പ്, ഗ്യാരണ്ടി എന്തുവാ? വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വാഗ്ദത്തം, ഈ ദ പ്രോമിസ് എന്ന് പറയുന്ന ദ പ്രോമിസ്, ആ പ്രധാനപ്പെട്ട വാഗ്ദത്തം എന്നർത്ഥത്തിൽ വന്നാൽ എന്താണത്? സ്തോത്രം. അതിനുള്ള ഉറപ്പ്, അതിന് ഞാൻ ഇങ്ങനെയാ പറയാൻ ആഗ്രഹിക്കുന്നത്, ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് ദ പ്രോമിസ്ഡ് ട്രീറ്റി. സ്തോത്രം. മനസ്സിലാവുന്നോ? കർത്താവ് വന്ന് നമ്മെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിരിക്കുന്നതിന്, അത് സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് ആ വാഗ്ദത്തത്തിന്റെ ആദ്യ ഗഡുവിനെ തന്നുകൊണ്ടാണ്. ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആണ് പരിശുദ്ധാത്മാവ്. അതാണ് നാം ആ വാക്യത്തിൽ വായിച്ചത്. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ലെങ്കിൽ നെക്സ്റ്റ് ഈസ് ദ സെൽഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു തന്നെ ഈ അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. 22-ാമത്തെ വാക്യം, 22:13. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ആദിയും അന്തവും ആകുന്നു. 3 പേരുണ്ടല്ലേ? അൽഫ, ഒമേഗ, ആദി, അന്തം, പിന്നെ ഒടുക്കത്ത്. സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള വിവിധ പേരുകൾ, യേശുക്രിസ്തുവിന് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള വിവിധ നാമധേയങ്ങൾ, അത് തന്നെ നാം ഓരോന്നും എടുത്ത് പഠിച്ചാൽ നമുക്ക് നമ്മുടെ ആയുഷ്കാലം കൊണ്ട് തന്നെ പ്രസംഗിച്ച് തീർക്കാൻ കഴിയുമോ എന്ന് സംശയം ബാക്കിയാണ്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് കർത്താവ് വരും എന്ന വാഗ്ദത്തം നിവർത്തിക്കുന്നത് വരെ ഗ്യാരണ്ടിയായി, നമുക്ക് ഉറപ്പായി, സ്തോത്രം, ആദ്യത്തെ ഗഡുവായി തന്നിട്ടുള്ളതാണ്.
ഇത്രയും വ്യക്തമാണോ? എന്നിട്ടാണ് കർത്താവ് തന്റെ പേര് പറയുന്നത്, തന്നെ തന്നെ പരിചയപ്പെടുത്തിയത്. 3 നാമങ്ങൾ നാം അവിടെ കണ്ടു. ഇനിയും അതിന്റെ 16-ാമത്തെ വാക്യം കൂടെ നോക്കാം. I, Jesus, have sent my angel to give you this testimony for the churches. I am the root and the offspring of David, and the bright morning star. അവിടെയും എത്ര പേരുണ്ട്? 3. 3. സ്തോത്രം. അവിടെയും 3 പേരുണ്ട്. ഐ ജീസസ്, പിന്നെ the The offspring of David, The bright morning star. the bright and morning star. Self introduction. കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തും. അല്ലെ, വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്റെ പേര് വെളിപ്പെടുത്തും. താൻ ആരാണെന്ന് പറയുന്നു. ഈ പേരുകളൊന്നും തന്നെ നമുക്ക് പുതിയതല്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നുമില്ല. ഇതിനു മുമ്പ് നമ്മൾ ഇവയെക്കുറിച്ചൊക്കെ ചിന്തിച്ചതാണ് ഈ പുസ്തകത്തിൽ തന്നെ. അൽഫ, ഒമേഗ. യേശുക്രിസ്തു ഈ പേരുകളിലൂടെ പിതാവിനോട് തന്നെ തന്നെ സമനാക്കുകയും കൂടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സെൽഫ് ഡിസ്ക്രിപ്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെയാണ്. തന്നെ തന്നെ കർത്താവ് ഇവിടെ പരിചയപ്പെടുത്തുന്നു, തന്റെ നാമങ്ങൾ പറയുന്നു. അടുത്തത്, we have a commandment in this portion. നമുക്കിവിടെ ഒരു കൽപ്പനയുണ്ട്. ഒരു കൽപ്പന. എന്താണ് ആ കൽപ്പന? പത്താമത്തെ വാക്യം, 22:10. Then he told to me, do not seal up the words of the prophecy of this book, because the time is near. Do not. It's a command. ഒരു കൽപ്പനയാണ്. Do not seal the prophecy of this book, because the time is very near. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കൽപ്പനയാണ്. ഈ പ്രവചനത്തിലെ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾക്ക് നീ മുദ്രയിടരുത്. മുദ്രയിടരുത്. ദാനിയേൽ പ്രവചനം 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ദാനിയേൽ 12:4. But you, Daniel, close up and seal the words of the scroll until the time of the end. Many will go here. എന്താ പറഞ്ഞിരിക്കുന്നത്? But you, Daniel, close up and seal the words of the scroll. Seal the word of The prophecy. scroll. ദാനിയേലിനോട് അരുതെന്ന് പറഞ്ഞത് ഇവിടെ യോഹന്നാനോട് ചെയ്യാൻ കൽപ്പിക്കുകയാ കർത്താവ്. സ്തോത്രം. ദാനിയേലിനോട് പറഞ്ഞു, ഇത് അന്ത്യകാലത്തേക്കുള്ളതാ, അതുകൊണ്ട് മുദ്ര ഇട്ട് വെച്ചേരൽ. എന്നാൽ ഇപ്പോൾ കർത്താവ് പറയുകയാണ്, മുദ്ര ഇടരുത്. കൽപ്പന മാറുന്നു. സ്തോത്രം.
കാരണം എന്താ പറയുന്നത്? സമയം അടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവയിലേക്കൊന്നും പോകുന്നില്ല. വാഗ്ദത്തം, കൽപ്പന, സ്വയം പരിചയപ്പെടുത്തൽ, ഇവയെല്ലാം നാം ഈ ഭാഗത്ത് നിന്നും കണ്ടു. മുദ്രയിടരുത് എന്ന് വെച്ചാൽ എല്ലാവരും വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങട്ടെ എന്നർത്ഥം. പിന്നെ നമ്മൾ കാണുന്നത് there is an invitation, ഒരു ക്ഷണമുണ്ട്. ഒരു ക്ഷണം. എന്തുവാ ക്ഷണം? ഇരുപതാമത്തെ വാക്യം. വേഗത്തിൽ. He who testifies to these things says, Yes, I am coming soon. സ്തോത്രം. എന്താ അതിന്റെ പ്രതികരണം? What is the response? Amen. Come, Lord Jesus. Praise God. അപ്പൊ നമുക്കുള്ള ഇൻവിറ്റേഷൻ ആണ് നാം ഇവിടെ കാണുന്നത്. അതിന്റെ 17ാമത്തെ വാക്യം കൂടെ വായിച്ചോളൂ. വേഴ്സ് 17 ഓൾസോ. The Spirit and the bride say, Come, and let him who hears say, Come. Whoever is thirsty, let him come, and whoever wishes, let him take the free gift of the water of life. ക്ഷണിക്കുകയാണ്. സ്തോത്രം. നമുക്കൊരു ക്ഷണം. We have an invitation. Invitation. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു വാണി, ഒരു താക്കീതുണ്ട്. Hardly any other books end with a pronouncement of curse. ശാപത്തിന്റെ ഉച്ചാരണത്തോടുകൂടെ അവസാനിപ്പിക്കുന്ന വേറെ വേദപുസ്തക ഗ്രന്ഥങ്ങളില്ലെന്ന് പറയാം. വാണിംഗാണ് നാം അവിടെ കാണുന്നത്. അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങളാണ് വാണിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കൂടുതൽ ചിന്തിക്കാം. സ്തോത്രം. ഇവിടെ നമുക്ക് ഈ 22ാം അധ്യായത്തിൽ നിന്ന് തന്നെ അതിൻ്റെ വിവിധമായ വശങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. നിത്യതയുടെ അതുമായി ബന്ധപ്പെട്ട് കർത്താവ് നമ്മോട് ചെയ്യുന്ന, നാം കർത്താവിന് ചെയ്യേണ്ട വിവിധ കാര്യം. കാരണം നമ്മുടെ കർത്താവ് വേഗം വരുന്നു. 9 തവണയെങ്കിലും നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തം, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് വാഗ്ദത്തത്തിന്റെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് തന്ന് ഉറപ്പ് തന്നിട്ടുള്ള വിഷയം. സ്തോത്രം.
കർത്താവിൻ്റെ ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം, നമ്മെ തന്നെ അതിനായിട്ട് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.